എൻ്റെ ഇടവും വലവും ഇരിക്കുന്നതാണ് എൻ്റെ അമ്മയും അച്ഛനും. ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ കുടുംബം, ചെറിയ കുടുംബമാണ്. ഞാൻ ഒറ്റ കുട്ടിയാണ്. ഞങ്ങൾ അച്ഛനും അമ്മയും മോൾ എന്നുള്ളതിനേക്കാൾ 3 ഫ്രണ്ട്സാണ് ഞങ്ങൾ വളരെ ഫ്രീ ആണ്. ഒരിക്കലും ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഇത്രയും ഫ്രീ ആണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എടോ വാടോ പോടോ എന്നൊക്കെ ചില നേരത്ത് കേൾക്കാം. അത് അത്രയും ഫ്രീ ആണ് ഞങ്ങൾ. ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും മമ്മിയാണ് ഏറ്റവും എനിക്ക് ആപ്റ്റായിട്ടുള്ള ചോയ്സ്. മമ്മിയുടെ കൂടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോവുക, അതിൻ്റെ ആ റൈഡ്സിലൊക്കെ കയറുക, അതിനൊക്കെ മമ്മി എൻ്റെ കൂടെ നിൽക്കും. ഡാഡി ആണെങ്കിൽ അതിൽ ഭയങ്കര കൂളാണ് ഡാഡി. ഒരിക്കലും എൻ്റെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടതായിട്ടോ അങ്ങനത്തെ ഒരു അനുഭവം എനിക്കില്ല. അപ്പൊ മമ്മി ദേഷ്യപ്പെടുന്നാണ് ഈ പറഞ്ഞത്? മമ്മി ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടും. മമ്മി ഇടയ്ക്കിടയ്ക്ക് ദേഷ്യമില്ല, ഇടയ്ക്കിടയ്ക്കൊന്നും അല്ല, ഞങ്ങൾ സ്ഥിരം എപ്പോഴും ഇടി ഉണ്ടാവാറുണ്ട്. എല്ലാത്തിനും മമ്മി കൂടെ വരും വേണം. എന്നിട്ട് മമ്മി എന്ത് പറയുമ്പോഴും അതിനെതിർത്ത് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നിങ്ങൾ അതൊന്നും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണമെന്നില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. മമ്മിയാണ് എൻ്റെ ഗുരു. എന്നെ പാട്ട് പഠിപ്പിച്ചത്, ഇത്രയും കാലം വരെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം എൻ്റെ മമ്മിയാണ്. ഞാൻ പുറത്ത് അങ്ങനെ ആരുടെ അടുത്തും പഠിക്കാൻ പോയിട്ടില്ല. സ്കൂളിൽ കോമ്പറ്റീഷൻസിനൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് പഠിപ്പിക്കുന്നതല്ലാണ്ട് ബേസിക്കലി എനിക്കുള്ള ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ള നോളജൊക്കെ മമ്മിയുടെ അടുത്തു നിന്നാണ്. മമ്മി എന്നെ പഠിപ്പിച്ചു. ഡാഡിയാണ് എന്നെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത്. ഡാഡിയുടെ പരിചയം വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മേലെ വാര്യത്തെ മാലാകുട്ടികൾ എന്ന ചിത്രത്തിൽ ശ്രീ തുളസീദാസിൻ്റെ സംവിധാനത്തിൽ ശ്രീ വേണി ഇഗ്നേഷ്യസിൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ ഞാൻ പാടുന്നത്. അത് കഴിഞ്ഞിട്ട് ദൈവം സഹായിച്ച് എനിക്ക് ആരും അങ്ങനെ വിളിക്കാണ്ടിരിക്കുകയോ അങ്ങനത്തെ ഒരു താഴ്ച എന്നവരെ വലിയ രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരേ പേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. ഡാഡിക്ക് എന്ത് തോന്നുന്നു ഡാഡി, ഞാൻ പേസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു? ഓ തീർച്ചയായിട്ടും. 106 ചിത്രങ്ങൾ പാടിയില്ല 4 വർഷം കൊണ്ട് എന്ന് ഡാഡി പറയുന്നു. അത് ശരിയാണ്. ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നെക്കുറിച്ച്? ഞാൻ എന്താ നിങ്ങൾക്ക് ഒന്ന് പറയുന്നത്? വികൃതിയൊക്കെ കാണിക്കാറുണ്ടോ? അതേ ഉള്ളൂ. വികൃതി കാണിക്കലല്ല, ഈ ഒറ്റക്കുട്ടി ആയതിന്റെ അല്ലേ, വീട്ടിൽ ഒറ്റക്കുട്ടി ആയതിന്റെ ഈ കൊഞ്ചൽ കുറച്ച് കൂടുതലാണോ? പിന്നെ ഒറ്റക്കുട്ടി ആകുമ്പോ ഞാൻ കൊഞ്ചില്ലെങ്കിൽ വേറെ ആര് കൊഞ്ചും ഇവര്? അതുകൊണ്ട് എപ്പോഴും ഒറ്റക്കുട്ടിയാണ്, എനിക്ക് ബ്രദേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വഴക്ക്. അതുകൊണ്ട് നിങ്ങൾ തന്നെ കമ്പനി തരണം എന്ന് പറഞ്ഞിട്ട് ഇല്ലേ, ആ ഒരു സങ്കടം എപ്പോഴും ഉണ്ട്. ഇപ്പൊ മമ്മി ഉണ്ട്, ഡാഡി ഉണ്ട്, എല്ലാരും എന്റെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ വീട്ടിലില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ മമ്മിയും ഡാഡിയൊക്കെ വർക്കിംഗ് ആയിരുന്നു. ഇപ്പം എനിക്ക് തിരക്ക് കൂടിയപ്പം ഒന്നില്ലെങ്കിൽ മമ്മി എൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ ഡാഡി എൻ്റെ കൂടെ വരും. എനിക്ക് ഈ വീടുമായിട്ട് എനിക്ക് അധികം ടച്ചില്ല. എനിക്ക് എൻ്റെ കാറിൻ്റെ ബാക്കിൽ കിടന്ന് ഉറങ്ങിയാണ് ഇപ്പോൾ ശീലം. എൻ്റെ ബെഡിൽ എനിക്ക് കിടന്ന് ഉറങ്ങാൻ കിട്ടുന്ന ചാൻസസ് വളരെ പ്രഷ്യസ് ആണ് എനിക്ക്. അമ്മ ഒരു പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ്. പണ്ടത്തെ മലയാള സിനിമകൾ, തമിഴ് സിനിമകൾ എന്നുള്ളതിലൊക്കെ പാടിയിട്ടുണ്ട്. മമ്മി പാടിയ പടങ്ങൾ ഏതൊക്കെയാണ് മമ്മി? മലയാളം രാഗമാനന്ദ ഭൈരവി, പിന്നെ എവിഡൻസ്, പിന്നെ കുറച്ച് തമിഴ്, തെലുങ്ക്, കന്നഡം, അങ്ങനെ കുറേ. ഈവൻ ടുഡേ ഐ സിംഗ് ക്ലാസിക്കൽ. എവിഡൻസ് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് ഏതായിരുന്നു മമ്മി? കിളിപ്പാടും കാടു നീളേ കളിയാടും ഈറൻ കാറ്റേ നിനക്കാരു തന്നു മോഹം മയിൽ പീലി ചാർത്തി ഹൃദയം കിളിപ്പാടും കാടു നീളേ കളിയാടും ഈറൻ കാറ്റേ നിനക്കാരു തന്നു മോഹം മയിൽ പീലി ചാർത്തി ഹൃദയം കിളിപ്പാടും കാടു നീളേ കളിയാടും ഈറൻ കാറ്റേ. ഡാഡി പണ്ടത്തെ ഫിലിം പ്രൊഡ്യൂസറാണ്. ഡാഡി എത്ര പടം ഡാഡി പ്രൊഡ്യൂസ് ചെയ്ത്? 28 പടം പ്രൊഡ്യൂസ് ചെയ്തു. കുറേ അംബിഷൻസ് ഉണ്ട്, വലിയ 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 അംബിഷൻസ് ആണ്. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അഹങ്കാരമാണെന്ന് പറയും, പക്ഷെ അതൊക്കെയാണ് എൻ്റെ അംബിഷൻസ്. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഒരു ഇൻ്റർനാഷണൽ ബാൻഡ് ഉണ്ടാക്കണം, ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പാടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ. ഇതാണ് എൻ്റെ ആശ. ഞാൻ ഡാൻസ് ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ശ്രീജിത്ത് സാർ എന്നാണ് പേര്. ഞങ്ങൾ ചെയ്യുന്ന ഷോവിൻ്റെ ഫുൾ ഡയറക്ഷനും എന്നെ ഇങ്ങനെയൊക്കെ കോപ്രായം ഒക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഉത്തരവാദി ഇദ്ദേഹമാണ്. ഒരു പുതിയൊരു സംരംഭം ആയതുകൊണ്ട് നമുക്കത് കുറേ അധികം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇപ്പോൾ തുടക്കമായതുകൊണ്ടൊരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതായത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ആശാ, നമ്മുടെ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുകാരി കൊണ്ടു നിർത്തിയിട്ട് ചുമ്മാ പുറകിൽ ഡാൻസ് ആണോ? അല്ലല്ല, അങ്ങനെ ചുമ്മാ ഒരു ഡാൻസ് പെർഫോമൻസ് അല്ലാതെ ശരിക്കൊരു
പാട്ടുകാരിയെ ഒരു പാട്ടിലേക്ക് ശരിക്കും ഇൻക്ലൂഡ് അതിൻ്റെ മീനിങ് ഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലും വളരെ ലിപ്പിൻ്റെ കാര്യങ്ങളിലും ബ്രീത്തിങ് സെൻസിലും അതെല്ലാം വളരെയധികം മുന്നോട്ട് ശ്രദ്ധിച്ചിട്ട് അവരുടെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് കാര്യങ്ങളെല്ലാം അതേ രീതിയിലാണ് കൊറിയോഗ്രാഫിയും പാറ്റേണും പോയിരിക്കുന്നത്. പെർഫോം ചെയ്യുന്ന ആ രീതിയിലാണ് രഞ്ജു അങ്ങനെയാണ് നമ്മുടെ കൂടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് അമൃത ടി വിയിലാണ്, ന്യൂ ഇയറിന് അല്ലേ, 31st നൈറ്റിൽ ഞങ്ങൾ അമൃത ടി വിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ലൈവായിട്ട് അമൃത ടി വിയിലുണ്ടായിരുന്നു. അതിനെപ്പറ്റി തന്നെ നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നതാണ് അമൃത ടി വി. സന്തോഷമുണ്ട്. അപ്പോൾ പറഞ്ഞു കേട്ടല്ലോ, ഇനിയിപ്പോൾ ഇനി ചെയ്തും കാണിച്ചു. ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം. കൂടുതൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എൻ്റെ ഒഴിവുവേളകൾ, അതായത് വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സ്കൂൾ വിട്ടേ പിന്നെ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന സംഭവമില്ല. ആ സെക്കൻഡ് ഹോമാണ് ഇപ്പോൾ ഡാസ്ലസ്. എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വരും, പ്രാക്ടീസ് ചെയ്യും, കുറേ ജോലി അടിക്കും, തിരിച്ചു പോകും. ഞാൻ എല്ലാ ദിവസത്തെ റുട്ടീൻ്റെ ലാസ്റ്റ് ഭാഗം. വേറെ ഗാനമേളയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഡാസ്ലസിൽ കാണും. അപ്പോൾ ഇത്രയും നേരം കണ്ടതാണ് എൻ്റെ ഒരു ദിവസത്തെ വിക്രിയകൾ, അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ നിങ്ങൾ കണ്ടു. എൻ്റെ സ്കൂളിലേക്ക് നമ്മൾ പോയി, സുഹൃത്തുക്കൾ, അധ്യാപകർ എല്ലാവരെയും നിങ്ങൾ കണ്ടു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന സംഭവങ്ങൾ. ഇനിയും കുറേ ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ. ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഇത്രയും നേരം സഹിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദിയുണ്ട്. കൂടാതെ നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രോത്സാഹനങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.